അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പറഞ്ഞത് ഒന്നുകൂടി ചെറിയ രൂപത്തിൽ ആവർത്തിക്കുകയാണ്, കാരണം അത് ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ട്. ഒന്ന് അർത്ഥം വെച്ച് പോയി. നമ്മൾ ഇന്നലെ പറഞ്ഞത് എന്താണ്? ഇന്നലെ പറഞ്ഞത് പിന്നെ ഷറയ്യായിരിക്കുന്ന ഹുക്കുമ് തക്ലീഫിയായ ഹുക്കുമ് 5 ഉണ്ടാകും. വാജിബ് അല്ലെങ്കിൽ ഫർള്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഹലാൽ, ഇങ്ങനെ 5 വിധികളാണല്ലോ. 5 വിധികൾ നമ്മുടെ ഏത് പ്രവർത്തനങ്ങളും, ഒരു മുക്കല്ലഫായ മനുഷ്യൻ്റെ ഏത് പ്രവർത്തനങ്ങളും ഈ 5 ഒതുങ്ങിയിരിക്കും. അതിൽ നിന്ന് അപ്പുറം കടക്കൂല. ഒന്നിരിക്കലും അത് ഹറാമായിരിക്കും, അല്ലെങ്കിൽ അത് ഹലാലായിരിക്കും, അല്ലെങ്കിൽ അത് ഫർളായിരിക്കും, അല്ലെങ്കിൽ സുന്നത്തായിരിക്കും, അല്ലെങ്കിൽ കറാഹത്തായിരിക്കും. ഈ 5 വിധി നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിന് പുറമെ നമ്മൾ മറ്റൊരു വിധി പറഞ്ഞിട്ടുണ്ട്, വളയ്യായിരിക്കുന്ന ഹുക്കുമ് എന്ന് പറഞ്ഞു. അതങ്ങനെ വളയ്യ ഹുക്കുമ് എന്ന് പറഞ്ഞാൽ ഇന്നലെ കേട്ടിരിക്കും. ഒരു കാര്യം പിന്നെ ശരിയാവണമെങ്കിൽ ഇന്നത് വേണമെന്ന് അള്ളാഹു പറയുന്നു. നിസ്കാരം ശരിയാവണമെങ്കിൽ ഉളു എടുക്കണം എന്ന് അള്ളാഹു പറഞ്ഞാൽ ആ ഹുക്കുമിൻ്റെ ആ പറഞ്ഞതിൻ്റെ ആ ഖിതാബ് അല്ലെങ്കിൽ ആ ഹുക്കുമിൻ്റെ പേരാണ് വളയ്യായ ഹുക്കുമ് എന്നാണ് അതിന് പറയുക. വാജിബാണെന്നോ ഹറാമാണെന്നോ സുന്നത്താണെന്നോ കറാഹത്താണെന്നോ ഖിലാഫുല്ലാണെന്നോ മുബാഹാണെന്നോ ഒക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ പേര് ഹുക്കുമ് തക്ലീഫി എന്ന് പറയും. നിസ്കാരം വുളു കൊണ്ടേ സഹിഹാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, നിസ്കാരം വുളു കൊണ്ടേ സഹിയാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അതെന്ത് വിധിയാ? അതൊരു വിധി തന്നെയാണല്ലോ. അത് വിധി തന്നെയാണ്. പക്ഷേ ഈ മേൽ പറയപ്പെട്ട 5 ഇനത്തിൽപ്പെട്ടതല്ല. അതേതിൽപ്പെട്ടതാണ്? അതിൻ്റെ പേര് വളയ്യ ഹുക്കും എന്നാണ് പറയുക. അള്ളാഹു താല അങ്ങനെ വെച്ചതാണ്. അള്ളാഹു താലാക്ക് ഇപ്പം എങ്ങനെ വെക്കാമായിരുന്നു? ഏത് ഉളു എടുക്കാതെ തന്നെ നിസ്കരിച്ചോളൂ എന്ന് പറയാൻ അള്ളാഹു താലക്ക് സാധിക്കും, അള്ളാഹു താല കൽപ്പിക്കുകയും ചെയ്യാം. പക്ഷേ അള്ളാഹു താല എന്ത് ചെയ്തു? ഉളു ഉണ്ടെങ്കിൽ നിസ്കാരം സഹിയാവുകയുള്ളൂ എന്ന് അള്ളാഹു താല അങ്ങനെ ഒരു നിയമം വെച്ചു. ഈ വെച്ചു എന്നുള്ളതിനാണ് വളഅ് എന്ന് പറയുന്നത്. അറബിയിൽ വളഅ വെച്ചു എന്നാണ്. വളഅ് എന്ന് പറഞ്ഞാൽ വെക്കുക. അപ്പോൾ അള്ളാഹു താല അങ്ങനെ ആക്കി. അപ്പോൾ നിസ്കാരം ശരിയാണെങ്കിൽ ഉളു എടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഹൈദ് ഉള്ളപ്പോൾ സ്ത്രീകളോട് പറഞ്ഞു, സ്ത്രീകൾ മെൻസസ്സുള്ള സന്ദർഭത്തിൽ നിസ്കാരം നിർവഹിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അള്ളാഹു താല എന്ത് ചെയ്ത്? ഒന്ന് ഇന്നതുണ്ടാകുമ്പോൾ എന്നത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഇന്ന കാര്യം ഇന്നതിന് കാരണമാണ്, സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങിയാൽ നിങ്ങൾക്ക് ഓഹർ നിസ്കരിക്കാമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എന്ത് മനസ്സിലായി നമുക്ക്? അവിടെ അത് നമ്മളായിട്ട് നേരിട്ട് ബന്ധിക്കുന്ന വിഷയമല്ല. സൂര്യൻ മധ്യത്തിൽ നീങ്ങുക എന്നുള്ളത് സൂര്യനായിട്ട് ബന്ധിക്കുന്ന വിഷയമാണ്. മുക്കല്ലഫുകളുടെ പ്രവർത്തനമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. പക്ഷേ നമ്മുടെ പ്രവർത്തനത്തിന് ഒരു കാരണം വെച്ചതാണ്. എന്താ നമ്മുടെ പ്രവർത്തനം എന്താ അതുമായിട്ട് ബന്ധപ്പെടുന്നത്? സൂര്യൻ മധ്യത്തിൽ നീങ്ങിയാൽ ഓഹർ നിസ്കരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം ഇന്നത് കൂടാതെ ചെയ്താൽ അത് ബാത്തിലായി പോകും. ഉളു കൊടുക്കാതെ നിസ്കരിച്ചാൽ ബാത്തിലാവും എന്ന് പറഞ്ഞു. അതെന്ത് വിധിയാന്ന് വെച്ചാൽ അത് വിധി തന്നെയല്ല, അത് വിധി തന്നെയാണ്. അതെന്ത് വിധിയല്ല? തക്ലീഫി ആയിരിക്കുന്ന. പിന്നെ ഉളു ഇല്ലാതെ നിസ്കാരം ശരിയാവില്ല, ഉളു ഇല്ലാതെ നിസ്കാരം ബാത്തിലാണെന്ന് പറഞ്ഞാൽ ആ വിധിയുടെ പേരെന്താന്ന് പറഞ്ഞാൽ വളയ്യായിരിക്കുന്ന ഹുക്കുമാണ്. അല്ലെങ്കിൽ പിന്നെ ഭ്രാന്തുള്ളപ്പോൾ ബുദ്ധി ഇല്ലാതെ ഒരാൾക്ക് നിസ്കാരം നിർബന്ധമില്ല. അത് നിർബന്ധമില്ല എന്നുള്ളത് തക്ലീഫി ഹുക്കുമായി. ഹൈദുള്ള സന്ദർഭത്തിൽ നിസ്കരിക്കാൻ പാടില്ല. ഹൈദ് എന്നുള്ളത് എന്താകുന്നു? തടസ്സമാകുന്നു. ഹൈദുള്ള സന്ദർഭത്തിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് എന്താണ്? നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് തക്ലീഫി ഹുക്കുമാണ്, അത് നഹിയായി. എന്നാൽ ഹൈദ് നിസ്കാരത്തെ തടയുന്ന ഒരു വസ്തുവാണെന്ന് പറഞ്ഞു. ഹൈദ് എന്നുള്ളത് നിസ്കാരത്തെ തടയുന്ന ഒരു ഹൈദുള്ള സന്ദർഭത്തിൽ നിസ്കരിക്കാൻ പാടില്ല, നിസ്കാരത്തെ തടയുന്ന കാര്യമാണെന്ന് പറഞ്ഞാലോ അതെന്ത് വിധിയാതിരുന്നത്? അത് വളയ്യായിരിക്കുന്ന ഹുക്കുമാകും അതിലുള്ളത്. അത് നമ്മൾ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാം? ഇബാറത്ത് വെച്ചിട്ട് നേരിട്ട് അർത്ഥം വെക്കുക. വിഷയങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കോളും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാ. വഅമ്മൽ വളഉ ലഹുമ വളയ്യ. അപ്പോൾ നേരത്തെ പറഞ്ഞത് വുജൂബ്, ഈജാബ്, തഹരീമ്, അതുപോലെ കറാഹത്ത് തുടങ്ങിയതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ തക്ലീഫിയാണ്. ഇനി വളയ്യ അമൽ വളു ലഹുമ, ഇത് രണ്ടിനുള്ള ഒരു കാര്യം നമ്മൾ അല്ലാഹു തആല തേടുന്നതിന് ചെയ്യരുതെന്നോ ചെയ്യണമെന്നുള്ള തേട്ടത്തിനുള്ള വളു. ഇബാഹത്തി ചെയ്യാതിരിക്കാൻ ചെയ്യുന്ന ഇബാഹത്തിന്റെ വളു. ഇബാറത്ത് എന്താണ് വളു എന്ന് പറഞ്ഞാൽ? ഇബാറത്തിന്റെ നസ്ബി ഷാരി നിയമിക്കുക, സബബൻ വെക്കുക. നസ്ബ് എന്ന് പറഞ്ഞാൽ നിയമിക്കാൻ വെക്കുക, ജാലി എന്നർത്ഥം. ഷാരി ആക്കുക, സബബൻ ഒന്നിനെ കാരണമാക്കുക, ഔ ഷർത്തൻ അല്ലെങ്കിൽ ഷർത്താക്കുക, ഔ മാനിയൻ അല്ലെങ്കിൽ മാനി ആക്കുക. എന്തിന്? ലിമാ ദിക്റമിൽ അഹ്കാമിൽ ഹംസത്തി, മേൽ പറയപ്പെട്ട തഹരീം, ഹറാമ്, വാജിബ് എന്ന് പറഞ്ഞല്ലോ, ഫർള്, സുന്നത്ത്, കറാഹത്ത് തുടങ്ങിയതായിരിക്കുന്ന 5 വിധികൾക്ക് എന്തെങ്കിലും ഒന്നിന് തടസ്സമായിട്ടോ അല്ലെങ്കിൽ അതിന് ഇന്ന കാര്യം നിബന്ധനയാണെന്നോ അല്ലെങ്കിൽ ആ കാര്യത്തിന് അത് നിർബന്ധമാവാൻ ഇന്നത് കാരണമാണെന്നോ ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അതിന്റെ പേരാകുന്നു വളഅ്. ലിമാ ദിക്റമിൽ അഹ്കാമിൽ ഹംസത്തി, 5 വിധികൾക്ക് അതെന്താകുന്നു? പിന്നെ അല്ലാഹു തആല വെച്ചതാകുന്നു. അദാഖിലത്തി ഫി കലാമിന, നമ്മുടെ കലാമിലുള്ള തഹത തലബി വൽ ഇബാഹത്തി, തലബ് ഇബാഹത്തി എന്നുള്ള ഇബാറത്തിന്റെ താഴെ കടന്നതായിരിക്കും 5 വിധികളുണ്ട്. ആ വിധികൾക്കുള്ള ഷർത്തായിട്ടോ സബബായിട്ടോ അല്ലെങ്കിൽ മാനിയായിട്ടോ എന്തൊക്കെ ഈ 3 എന്താണെന്നുള്ളത് ശേഷം നമുക്ക് പറയാം. അതിനായിട്ട് വന്നാൽ അതിന്റെ പേരാകുന്ന ആ ഹുക്കുമിന്റെ പേര് വളയ്യായിരിക്കുന്ന ഹുക്കും എന്നാണ്. തക്ലീഫി ഹുക്കും. തക്ലീഫ് എന്ന് പറയുന്നത് നമ്മളോട് നേരിട്ട് കീർത്തിക്കല, നിസ്കരിക്കണം എന്ന് പറഞ്ഞു. അതൊരു കീർത്തനം നമ്മളോട്. വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അത് ചെയ്യരുത് എന്നുള്ള കീർത്തനം നമ്മളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു, സുന്നത്ത് നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു, കറാഹത്താകുമ്പോൾ. മനസ്സിലല്ലേ? ചെയ്യാതിരിക്കുകയും ചെയ്യാം, എന്നാലും കുഴപ്പമില്ല എന്നുള്ളതാണല്ലോ. ഇങ്ങനെ നമ്മോട് എന്തെങ്കിലും ഒരു കീർത്തനം ഉണ്ടെങ്കിൽ അതിന് തക്ലീഫ് എന്ന് പറയും. നേരെ മറിച്ചിട്ട് ഉളു ഉണ്ടെങ്കിൽ നിസ്കാരം സഹിയാവുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ നമ്മോട് കീർത്തനമില്ല, അത് അതിന്റെ ഒരു നിയമവശം പറഞ്ഞാണ്. ഉളു എന്നുള്ളത് വേണം നിസ്കാരം സഹിയാവാൻ, അല്ലെങ്കിൽ ഉളു ഇല്ലാതെ നിസ്കാരം ബാത്തിലാണെന്ന് പറഞ്ഞു. അത് നമ്മോടുള്ള നേരിട്ടുള്ള ഒരു തക്ലീഫ് അല്ലത്, അതിന് അതൊരു ഷർത്തായിട്ട് വെച്ചതാണ്. ഇത് ഉളു വേണമെന്നുള്ളത്, ഇല്ലെങ്കിൽ ബാത്തിലാവും, ഉണ്ടെങ്കിൽ സഹിയാവുള്ളൂ, അങ്ങനെയുള്ളത്. അപ്പോൾ മനസ്സിലായിട്ട് അൽഹംദുലില്ലാഹ്. പിന്നെ അമിൻ വുജൂദ് വഅമ്മൽ വളഉ ലഹുമ. ഇവിടെ ഫസബബു, അപ്പോൾ സബബ് എന്താ നോക്കുക. നമ്മൾ സബബ് ആദ്യം വിശദീകരിക്കാം.
ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? ഇത് മനസ്സിലായി നമുക്ക് അടുത്ത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് തക്ലീഫിയ ഹുക്കുമും വദഇയ ഹുക്കും തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ലേ? തക്ലീഫിയ ആയിരിക്കുന്ന ഹുക്കുമിൽ ഏതുണ്ടാവും? നമ്മുടെ കീർത്തനം ഉണ്ടാവും. ഒരു അല്പം പ്രയാസമുള്ള കാര്യം കീർത്തിക്കും. തക്ലീഫ് എന്ന് പറഞ്ഞാൽ തന്നെ അല്പം പ്രയാസമുള്ളതിനെ പ്രയാസമുള്ളതിനെ കീർത്തിക്കാവുന്നതാ. നമ്മൾ കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ശരീരം തേടുന്നുണ്ട്, അത് ചെയ്യരുതെന്നാണല്ലോ. അത് പ്രയാസം. നിസ്കരിക്കണം പറഞ്ഞു. നിസ്കരിക്കണം പറഞ്ഞാൽ നമ്മൾ ഒരു പ്രവർത്തനം തേടുകയാണ്, അതിന് നമുക്ക് ലേശം മശക്കത്തുണ്ട്, പ്രയാസമുണ്ട്. അങ്ങനെ ഏത് കാര്യങ്ങളും തക്ലീഫൊക്കെ ഉണ്ടാവും, അല്പം പ്രയാസം ഉണ്ടാവും. അതിന് ശരീരതാണ്. ചിലരൊക്കെ പ്രയാസം ഇല്ലാത്തതുണ്ടാവും, ചിലതൊക്കെ നമുക്ക് ചില ആളുകൾക്ക് പ്രയാസം ഇല്ലാതെ വരും. അതുവരെ അത് ഓരോരുത്തരുടെയും ആ കൽബിന്റെ രീതി അനുസരിച്ച് വേണ്ട. അപ്പോൾ നമ്മൾ നേരിട്ട് ഒരു കാര്യം കൽപ്പിക്കുകയാണെങ്കിൽ അത് തക്ലീഫിയ ഹുക്കും വരും. നമ്മോട് നേരിട്ട് കൽപ്പനല്ല, നമ്മൾ കൽപ്പിച്ചതിന് ചില നിബന്ധനകൾ വെച്ചുകൊണ്ടുള്ളതായിരിക്കും അള്ളാഹുവിന്റെ കലാമാണെങ്കിൽ അതിന് വദഇയായിരിക്കും ഹുക്കും എന്ന് പറയും. അതായത് സബബു. അപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മോട് പറഞ്ഞായിരിക്കും 5 ഹുക്കുമുകൾക്ക് ഏതെങ്കിലും ഒന്നിനെ സബബാക്കി വെച്ചാൽ പറഞ്ഞു എന്താ സബബ് നടക്കട്ടുള്ളൂ. മാ യൽസമു മിൻ അദ്മിഹി അൽ അദ്മു. ആ സബബ് ഇല്ലാതാവുന്നതിനാൽ ഏതില്ലാതാവും? ഹുക്കും ഇല്ലാതാവും. അത് അത്രേ ഉള്ളൂ. ഇല്ലാതാവുന്നതിൽ ഇല്ലാതെ നിർബന്ധമാണ്. സബബു ഒന്നാണ് മാ യൽസമു മിൻ അദ്മിഹി. ആ കാരണം ഇല്ലാതാവില്ല നിർബന്ധമാണ്. അൽ അദ്മു ഹുക്കും ഇല്ലാതാവുന്ന നിർബന്ധം. അപ്പോൾ സബബ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയപ്പെട്ട ഈ 5 ഹുക്കും ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? സബബ് വേണം. അപ്പോൾ സബബ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ള നിർബന്ധം. അമിൻ വുജൂദി അൽ വുജൂദ് തന്നെ. അമിൻ വുജൂദി അൽ വുജൂദ്. ആ സബബ് ഉണ്ടാവുന്നതിനാൽ ഹുക്കും ഉണ്ടാവുകയും വേണം. ഈ സബബ് ഇല്ലാത്തതിനാൽ ഇത് ഇല്ലാതായി പോകുകയും വേണം. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും അത് നിർബന്ധമായിട്ട് വരും. ബിൻ നദിരി ഇലാ ദാതിഹി. അതിന്റെ സത്തയിലേക്ക് നോക്കിയിട്ട്, അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് വേറെ ഏതെങ്കിലും കാരണം കൊണ്ട് ഷർത്തില്ലാതെ ഉദാഹരണം പറയാം. പിന്നെ സവാലി നോക്കുമ്പോൾ സവാലി എന്ന് പറഞ്ഞു. എന്താ സവാലി എന്ന് പറഞ്ഞാൽ? മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുക. സവാലി മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുക എന്നുള്ളത്. ഈ മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുക എന്നുള്ളത് ഏതിന്റെ കാരണമാണ്? അത് വുജൂബി. മധ്യത്തിൽ നിന്ന് സൂര്യൻ നീങ്ങുക എന്നുള്ളത് ളുഹർ നിർബന്ധമാവുന്നതിനുള്ള കാരണമാണ്. ളുഹർ നിസ്കാരത്തിന് ഒരു സബബുണ്ട്, ഒരു ഷർത്തുണ്ട് അല്ലേ? നിസ്കാരത്തിന് കാരണമുണ്ട്, ഷർത്തുകളുണ്ട്, അതിന് മാനികളൊക്കെ ഉണ്ട്. ഏതൊരു കാര്യത്തിനും നമ്മുടെ എന്ത് പ്രവർത്തനമാണെങ്കിലും ഒരു വാജിബാണെന്നുണ്ടെങ്കിൽ അതിന് ചില കാരണം ഉണ്ടാവും. സക്കാത്ത് നിർബന്ധമുള്ള കാരണം എന്താണ്? സക്കാത്ത് നിർബന്ധമുള്ള കാരണം അത് നിസാബ് നിശ്ചിത കണക്ക് വെക്കുക എന്നുള്ളതാണ്. ഒത്താബിന് നിർബന്ധമായി. അതിന്റെ ഷർത്ത് എന്താണ്? ഷർത്ത് വേറെ, കാരണം വേറെ. സക്കാത്ത് നിർബന്ധമാവുന്ന കാരണം എന്താകുന്നു? നിസാബ് വെക്കുക എന്നുള്ളത്. നിശ്ചിത അത് 595 വെള്ളിയുടെ തൂക്കമുള്ള വെള്ളിക്ക് അനുസരിച്ചുള്ള കാശുള്ള കയ്യിലുണ്ടെങ്കിൽ, ആ വെള്ളി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ, അപ്പം പിന്നെ കാരണം വേറെ, നിബന്ധന ഷർത്ത് വേറെ. അപ്പോൾ സക്കാത്ത് നിർബന്ധമുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സക്കാത്ത് നിർബന്ധമുള്ള കാരണം എന്താ ചോദിച്ചാൽ അത് നിസാബ് വെക്കുക എന്നുള്ളത്. പക്ഷേ അതിന് ഷർത്ത് എന്താണെന്ന് വെച്ചാലോ കൊല്ലം കഴിയാന്നുള്ളതാണ്. കൊല്ലം കഴിയാന്നുള്ളതാണ് പിന്നെ എന്തിന് ഷർത്ത്? സക്കാത്ത് നിർബന്ധമുള്ള ഷർത്ത് കൊല്ലം കഴിയാന്നുള്ളത്. പക്ഷേ അതിന്റെ കാരണം ഏതാണ്? നിസാബ് വെക്കുക എന്നുള്ളത്. അപ്പോൾ രണ്ടും ഒരുപോലെ മനസ്സിലാക്കരുത്. നിസാബ് വെക്കുക എന്നുള്ളത് സക്കാത്തിന്റെ ഷർത്തല്ല, അതിന്റെ കാരണമാണ്. എന്താ വ്യത്യാസം? വ്യത്യാസം പഠിക്കാൻ പോകും നമ്മൾ. കൊല്ലം കഴിയാന്നുള്ളത് എന്താകുന്നു? അതിന്റെ ഷർത്താണ്, അതിന്റെ കാരണമല്ല. അപ്പോൾ എന്താ മനസ്സിലാവും? അപ്പോൾ സബബ് ഒരു വസ്തു ഒന്നും മറ്റൊന്നൊരു കാരണമായി തരും. ഇത് അല്ലാഹു തആലാന്റെ ഹുക്കുമാണ് സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ള തക്ലീഫിയ ഹുക്കും. ആ തക്ലീഫിയ ഹുക്കിന് അല്ലാഹു തആല ഒരു സബബ് വെച്ചിട്ടുണ്ട്. എന്താണ് സബബ്? ആ സബബ് എന്താണ്? അതെന്തായിരിക്കണം? കൊല്ലം പൂർത്തിയാവുക എന്നുള്ളൊരു കാരണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാരണം അല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമാവില്ല. കൊല്ലം പൂർത്തിയാവുന്നില്ല, സബബ് കൊല്ലം പൂർത്തിയാച്ചു. ഏത് സബബ് എന്നുള്ളത് നിസാബ് പൂർത്തിയാവുന്നതാണ്. നിശ്ചിത പിന്നെ എന്തുണ്ടായിരിക്കണം? കണക്കുണ്ടായിരിക്കണം. ഒരു നിശ്ചിത കണക്ക് അതിന് തികയേണ്ടതുണ്ട്. 500 ഗ്രാം വെള്ളിയുടെ കാശുണ്ടായതുകൊണ്ട് ഒരാൾക്ക് സക്കാത്ത് നിർബന്ധമില്ല. കാരണം കൊണ്ട് അതിന് കാരണത്തില്ല, കാരണമല്ല. അപ്പോൾ ഈ കാരണം എന്തായാലും സക്കാത്ത് നിർബന്ധമാവും. അപ്പോൾ 595 ഗ്രാം ഒരാൾ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാവുക എന്നത് സക്കാത്ത് നിർബന്ധമാവാനുള്ള കാരണമാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ മൊത്തത്തിൽ അതിന് നിർവചനം പറഞ്ഞാൽ അപ്പോൾ എന്താണ് സബബ് ചോദിച്ചാൽ എന്താ പറയാ? നമ്മൾ ചോദിച്ചതുപോലെ ആവരുത്, ഷർത്തം ചോദിച്ചതുപോലെ ആവരുത്. നമുക്ക് എന്ത് ചെയ്യണം? വ്യക്തമായ മറുപടി നമ്മുടെ കയ്യിൽ വേണം. അതിനാണ് നമ്മുടെ മക്കൾ സബബു മാ യൽസമു മിൻ അദ്മിഹി അദ്മു. സബബ് എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാവുന്നത് കൊണ്ട് ഹുക്കും ഉണ്ടാവില്ല. അത് തന്നെ ഇല്ലാതാവുന്നത് കൊണ്ട് ഹുക്കും ഇല്ലാതിരിക്കാൻ നിർബന്ധമാണ്. അങ്ങനെ പഠിക്കട്ടോ. ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പോരാ. ആ കാരണമില്ലെങ്കിൽ ഹുക്കും നിർബന്ധമായിട്ടും ഇല്ലാതെ പോകും. ബിൻ നദിരി ഇലാ ദാത്തി. അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട്, അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞാൽ പിന്നെ മറ്റേതെങ്കിലും പിന്നെ വമിൻ വുജൂദി അത് കൂടി വമിൻ വുജൂദി അൽ വുജൂദു ബിൻ നദിരി. വമിൻ വുജൂദി അൽ വുജൂദു. ഫസബബു സബബ് എന്ന് പറഞ്ഞാൽ മാ ഒന്നാവുന്നു യൽസമു നിർബന്ധമാകും മിൻ അദ്മിഹി. ആ സബബ് കാരണം ഇല്ലാത്തതിനാൽ അൽ അദ്മു വിധി ഇല്ലാതാവാൻ നിർബന്ധമാകും. വമിൻ വുജൂദി ആ കാരണം ഉണ്ടാവുന്നതിനാൽ നിർബന്ധമാകും. വുജൂദു ഹുക്കും ഉണ്ടാവാൻ നിർബന്ധമാകും. ബിൻ നദിരി ഇലാ ദാത്തി. അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് വേറെ ഏതെങ്കിലും നോക്കിയിട്ടുണ്ടാവും. ചിലപ്പം അത് പിന്നെ എന്തായിക്കോണമല്ല ഉണ്ടാവാതിരിക്കാം, ഷർട്ടൊക്കാത്തത് കൊണ്ടോ മറ്റുള്ളതൊക്കെ. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ബാക്കി താഴോട്ട് നോക്കിക്കോളൂ. മസലൻ കസ്സവാലി മസലൻ പിന്നെ സൂര്യൻ മധ്യത്തിൽ നീങ്ങുക എന്നതുപോലെ. മസലൻ ഒരു ഉദാഹരണം മാത്രം. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞത് സക്കാത്തിന്റെ തന്നെ സക്കാത്തിന്റെ സബബ് ഉണ്ടാകുന്നു നിസാബ് നിശ്ചിത കണക്ക് ഒക്കെ എന്നതാണ്, ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ സവാലി എന്നുള്ള ളുഹർ നിസ്കാരം നിർബന്ധമാവാനുള്ളതായിരിക്കുന്ന ഒരു കാരണമായിട്ട് ഷാരി നിശ്ചയിച്ചു. ഫൈന ഷാരി ഷാരി അല്ലാഹു തആല വദഅഹു ഏതിനെ വെച്ചിട്ടുണ്ട്? ഈ ഉച്ച തിരിക സൂര്യ മധ്യത്തിൽ നീങ്ങുക എന്നുള്ളതിനെ പിന്നെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. സബബൻ ലി വുജൂബിൽ ളുഹരി. ളുഹർ നിർബന്ധമാവുന്നതിനുള്ള കാരണമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫൽസമു മിൻ വുജൂദിഹി. ഈ ഉച്ച തിരിക എന്നുള്ളത് ഉണ്ടായെങ്കിൽ നിർബന്ധമാണ് വുജൂബ് ളുഹർ. ളുഹർ നിർബന്ധമാണ്. നിങ്ങൾ എന്ത് കഴിച്ചിട്ടുണ്ട്? ളുഹർ നിസ്കാരം നിർബന്ധമാണെങ്കിൽ സൂര്യ മധ്യത്തിൽ നീങ്ങുക തന്നെ വേണം. ബാങ്ക് കൊടുത്തല്ലേ എന്നുള്ള വിഷയം. ബാങ്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ളുഹർ നിർബന്ധമാവും. സമയമാകുന്നത്. അപ്പോൾ സമയമാവണം. സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുക എന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രമേ ളുഹർ ഉണ്ടാവും. അപ്പോൾ ചോദിക്കുന്നത് ഇന്നത്തെ ളുഹർ സ്കെച്ച് വന്ന് 11 ഒരാൾ പറയാം. ഇന്നലത്തെ ളുഹർ ചിലപ്പോൾ ആർക്കും സംശയം ഉണ്ടായേക്കാം. ഇന്നലത്തെ ളുഹർ 11 മണിക്ക് സ്കെച്ച് എന്നുള്ള ചോദ്യം ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ സമയം ഉച്ചായിട്ടാണോ? അത് ഇന്നലെ ഉച്ചായിട്ടുണ്ടല്ലോ. ഇന്നലെ ഉച്ചാതിന് ശേഷം നിർബന്ധമായ ളുഹർ ഇന്ന് കഥാ വിട്ടാണ്. അതും ഇന്നത്തെ ളുഹർ സ്കരിക്കേണ്ടത് മെനാന്ന് സ്കരിക്കാൻ പാടില്ലല്ലോ. ഇന്നത്തത് ഇന്ന് സ്കരിക്കാൻ പറ്റുന്നതുകൊണ്ട് അതിന്റെ സമയം കഴിഞ്ഞിട്ടുള്ള നിസ്കാരമാണ്. ളുഹർ സവാലി കടന്നതിന്റെ ആ നിസ്കാരം ആ സമയത്ത് സ്കരിക്കാത്തതിന്റെ പേരിൽ പിന്നീട് നിസ്കരിക്കുകയാണല്ലോ. അപ്പം പിന്നെ സബബ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി. എന്താ ആ സബബ് ഉണ്ടാവുന്നത് കൊണ്ട് ഹുക്കും നിർബന്ധമായിട്ടും ഉണ്ടാവണം. സബബ് ഉണ്ടായിട്ടില്ലെങ്കിൽ ഹുക്കും നിർബന്ധമായിട്ടും ഇല്ലാതാവണം. ഇനി നമ്മൾ നോക്കാം. പിന്നെ അത് പിന്നെ അതിനില്ലാതാത്തി അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് പറയാൻ കാരണം നമ്മൾ പറയുന്നത് ഒന്നുകൂടി വെക്കാം. ഫൈസമു മിൻ വുജൂദിഹി വുജൂബുൽ ളുഹരി. സവാൽ ഉണ്ടാവുന്നത് കൊണ്ട് നിർബന്ധമാണ് വുജൂബുൽ ളുഹരി. ളുഹർ നിസ്കാരം നിർബന്ധമാവുന്നത് നിർബന്ധമായിട്ടുണ്ട്. സവാൽ ഉണ്ടായത് ളുഹർ നിർബന്ധമായി. അമിൻ അദ്മിഹി അദ്മു വുജൂബിഹ. അദ്മിഹി അദ്മു വുജൂബിഹ എന്നാട്ടോ. അമിൻ അദ്മിഹി അദ്മു വുജൂബിഹ. ഏത് പിന്നെ സവാലില്ലെങ്കിൽ വുജൂബിഹി എന്നുള്ളത് ഒരു അലിഫ് പോയി പോയതാണ്. അത് പേസ്റ്റ് ചെയ്യുന്നതിന്റെ അലിഫ് അങ്ങോട്ട് വിട്ടുപോയതാണ്. വുജൂബിഹ എന്നാണ്. അമിൻ അദ്മിഹി സവാലില്ലെങ്കിൽ അത് വുജൂബ് ളുഹർ നിർബന്ധമില്ല എന്നുള്ളതുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒന്ന് വന്നാൽ അതിന്റെ പേര് സബബ് എന്ന് പറയണം.
നോക്കാം. പിന്നെ വൈനമാ കുല്ല നമ്മൾ പറഞ്ഞു കേട്ടോളി, ബിൻ നദിർ ഇലാ ദാത്തിഹി നമ്മൾ പറഞ്ഞ ബിൻ നദിർ ഇലാ അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ടും അതിന്റെ സത്തയിലേക്ക് നോക്കുമ്പോൾ അതുണ്ടായത് എന്തായാലും ഉണ്ടാവണം, അതില്ലെങ്കിൽ എന്തായാലും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ അതല്ലാത്ത മറ്റൊന്നിലേക്ക് നോക്കിയിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല, അതുണ്ടായാലും ഉണ്ടായിക്കണമെന്നില്ല. സബബ് ഇല്ലാതിരുന്നാൽ ഇപ്പോൾ എന്തായിരുന്നു വരാം, ഈ ഹുക്കും ഉണ്ടായിരുന്നു വരാം. നോക്കാം വൈനമാ കുല്ല ബിൻ നദിർ ഇലാ ദാത്തിഹി നമ്മൾ പറഞ്ഞു ബിൻ നദിർ ഇലാ ദാത്തിഹി ആ കാരണത്തിന്റെ അതിലേക്ക് മാത്രം നോക്കുക, വേറെ പാർശ്വപരമായിരിക്കുന്ന വിഷയങ്ങളിലേക്ക് ഹാംസിലേക്ക് നോക്കരുത്. പാർശ്വത്തിലേക്ക് നോക്കാതെ അത് അതിൻ്റെതായ യഥാർത്ഥ സത്തയിലേക്ക് നോക്കുമ്പോൾ സബബുണ്ടോ എങ്കിലാണ് ഹുക്കും നിർബന്ധമായിട്ട് ഉണ്ടാവണം. സബബില്ലേ ഹുക്കും എന്തായാലും ഉണ്ടാവാൻ പാടില്ല. എന്നാൽ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ട് ഖാരിജ പുറത്തുള്ള എന്തെങ്കിലും വിഷയം കൊണ്ട് ഇല്ലാതെ വൈനമാ കുല്ല ബിൻ നദിർ ഇല്ലാതെ അതിന്റെ അതിലേക്ക് നോക്കിയിട്ട് അങ്ങനെ വേണമെന്ന് നമ്മൾ പറയാൻ കാരണം എന്നോ കതിലായസമിൻ വുജൂദ് സബബ് ചിലപ്പോൾ എന്തുണ്ടാവാം കാരണം ഉണ്ടായിട്ട് വരാതിരിക്കാം, വുജൂദുൽ മുസബബി അതിന്റെ ഹുക്കും ഇല്ലാതിരിക്കാം. നമ്മൾ പറഞ്ഞതാണ് സബബ് എന്ന് പറഞ്ഞാൽ കാരണം ഉണ്ടെങ്കിൽ അതിന് ഹുക്കും നിർബന്ധമായിട്ടുണ്ടാകുന്ന എന്തായാലും പിന്നെ ചിലപ്പോൾ കാരണം ഉണ്ടായിരിക്കെ തന്നെ അതിന് ഹുക്കും ഇല്ലാതെ വരാം. ഇതുപോലെ എന്തുകൊണ്ട് റൂളി മാനി തടസ്സം ഉണ്ടായതിന് വേണ്ടിയിട്ട് എന്തൊക്കെ തടസ്സം ഉണ്ടായതിന് വേണ്ടിയിട്ട് ഔ തഖലീഫ് ഷർത്തില്ലാതായി വേണ്ടിയിട്ട് ഉദാഹരണം പറയാൻ മനസ്സിലാവുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതാണ് ലോഹർ നിർബന്ധമാവാനുള്ള കാരണം പറഞ്ഞത് സൂര്യൻ മധ്യത്തിൽ നിന്ന് നീങ്ങുക എന്നുള്ള കാരണം പറഞ്ഞു അല്ലേ. അപ്പം എന്തായി സൂര്യൻ മധ്യത്തിൽ നീങ്ങി ഇപ്പം സങ്കല്പിച്ചോളൂ, സൂര്യൻ മധ്യത്തിൽ നീങ്ങിയ ആളുകളുണ്ടാവും. സൂര്യൻ മധ്യത്തിൽ നീങ്ങിയപ്പോൾ ലോഹർ നമുക്ക് നിർബന്ധമായി. ഇവിടെ ആയിട്ടില്ല, ഇവിടെ 9 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സങ്കല്പിക്കാം സൂര്യൻ മധ്യത്തിൽ ഇപ്പോൾ ലോഹർ എന്തായി നിർബന്ധമായി. പക്ഷേ ലോഹർ നിർബന്ധമായി എന്നുള്ളത് കൊണ്ട് എന്താന്നില്ല ഒരു മനുഷ്യനെ അല്ല സൂര്യ മധ്യത്തിൽ നീങ്ങി എന്നുള്ളത് ഉണ്ടായി എന്നുള്ളത് കൊണ്ടിട്ട് നിസ്കാരം നിർബന്ധമാവാതെ ഒരു മാർക്ക് സ്ത്രീക്ക് ആയതുണ്ടായി. എന്താ ചെയ്യുക, സംഗതി വാങ്ങി കൊടുത്ത് ഉച്ച ഉദാഹരണം പറയണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയുന്നത് മാത്രം, വേറെ ഉദാഹരണങ്ങൾ ഓരോരുത്തർക്ക് മാറ്റി പ്രയോഗിക്കാം. എന്ത് സൂര്യ മധ്യത്തിൽ നീങ്ങി അപ്പം എന്തായി കാരണം ഉണ്ടായി, എന്നാൽ ലോഹർ നിർബന്ധമായി. പക്ഷേ ലോഹർ നിർബന്ധമാണെങ്കിൽ എന്തില്ലാതിരിക്കണം, ആ നിസ്കാരത്തെ തടയുന്ന മറ്റ് കാരണങ്ങൾ ഇല്ലാതിരിക്കണം. അപ്പം എന്താവില്ല സബബ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ സബബ് ഉള്ളതുകൊണ്ട് ഏതുണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല. കാരണം കൊണ്ട് സ്ത്രീക്ക് അശുദ്ധിയായി കഴിഞ്ഞു അതിന്റെ പേരിൽ. അല്ലെങ്കിൽ ഒരു ജനാപത്തുകാരനായിക്കോളി, ഈ പെണ്ണുങ്ങൾ എന്തിനാ പറഞ്ഞു വിചാരിക്കുക. ഒരു പുരുഷൻ എന്തായി തീർന്നത് ജനാപത്തുകാരനാണ്. അവന് ലോഹർ ബാങ്ക് കൊടുക്കുമ്പോൾ അവൻ ജനാപത്തുകാരനാണ്. അവന്റെ വിഷയത്തിൽ സൂര്യ മധ്യത്തിൽ നീങ്ങിയതുകൊണ്ട് അവർക്ക് ലോഹർ നിർബന്ധമായിട്ടുണ്ട്. പക്ഷേ ലോഹർസ്കാരം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം പറയും, തടസ്സം നീങ്ങണ്ടേ. ആ തടസ്സം ഇപ്പോൾ വാങ്ങിയിട്ട് നിസ്കരിക്കാൻ പാടില്ല, ജനാപത്തോട് നിസ്കരിക്കാൻ പാടില്ല, തടസ്സമുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും വേറെ തടസ്സം കൊണ്ട് എന്ത് ഇല്ലാതിരിക്കാം, ഈ സബബ് ഉണ്ടായിരിക്കെ തന്നെ അതിന്റെ ഹുക്കും ഇല്ലാതെ വരാം. മനസ്സിലായില്ലേ. അപ്പം എന്ത് ചെയ്യണം, പക്ഷേ ജനാപത്തുകാരോട് ജനാപത്ത് കുളിച്ചിട്ട് നിർബന്ധമായിട്ട് എന്ത് വിധിയുണ്ട് അവിടെ നിസ്കരിക്കണം എന്ന് വിധി. എന്നാൽ ഹൈദർ സ്ത്രീകളോട് മനസ്സിലുള്ള സ്ത്രീകളോട് എന്താണ് അവിടെ നിയമം, നിങ്ങൾ ഉച്ച ആയിക്കോട്ടെ ലോഹർ നിർബന്ധമായിക്കോട്ടെ, പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് അവിടെ തടസ്സമുണ്ട്, ഹൈദർ നിന്ന് ശുദ്ധിയാവുന്നത് വരെ നിസ്കരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശം അവിടെ വേറെ തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് മറ്റുള്ള വിഷയത്തിലേക്ക് നോക്കിയിട്ട് എന്താണ് ഇവിടെ ഉച്ച തിരിയാന്നുള്ളത് ഉണ്ടായിട്ടും ലോഹർ നിർബന്ധമാകുന്നത് വന്നിട്ടില്ല, കാരണം അവിടെ തടസ്സമാകുന്ന ഹൈദർ എന്നുള്ളത് ഉണ്ടായതിന് വേണ്ടി. അതിനാണ് പറയുന്നത് അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് ആ ഒരു ഹുക്കുമിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് അതിന് സബബ് ഉണ്ടായാൽ ഹുക്കും എന്തായാലും വേണം. മറ്റുള്ള കാരണങ്ങളൊക്കെ നോക്കി ചിലപ്പോൾ ഇല്ലാതെ വരാം. അല്ലെങ്കിൽ എന്താ ഒരാൾ പിന്നെ ഉച്ച തിരിഞ്ഞു ലോഹർ ബാങ്ക് കൊടുത്തോന്ന് വെച്ചോളൂ, ലോഹർ ബാങ്ക് കൊടുത്ത് സമയം ലോഹർ ബാങ്ക് കൊടുത്തു, പക്ഷേ എന്തില്ല അയാൾ പിന്നെ ഉദു ചെയ്തിട്ടില്ല. ഉദു ചെയ്യാതെ ഒരു ഷർട്ടോ അല്ലെങ്കിൽ അയാൾക്ക് പിന്നെ കിബിലക്ക് മുന്നിട്ട് വന്നുള്ള ഷർട്ടുകളാക്കി ഒത്തിട്ടില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷർട്ട് വസ്ത്രമില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അതിന് വേറെ മറു കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ചെറുതൊരു ഒരു ഷർട്ട്, അതായത് ഈ പ്രവർത്തനം ഈ ഹുക്കും ചെയ്യാൻ നിർബന്ധമായിരിക്കും നിബന്ധനകൾ ഇല്ലാത്തതിന്റെ പേരിൽ ചിലപ്പോൾ ഇല്ലാതെ ആ ഹുക്കും ഇല്ലാതെ വന്നേക്കാം, അല്ലെങ്കിൽ ആ ഹുക്കും നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ള തടസ്സമുണ്ടായതിന്റെ പേരിൽ ആ ഹുക്കും നടപ്പിലാതെ വന്നേക്കാം. പക്ഷേ അവിടെ സബബ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് സബബ് ആവാതിരിക്കില്ല. സബബ് നിങ്ങൾ സബബ് എന്ന് പേര് വെക്കാം, ഇതൊന്നും ഒരു തടസ്സമല്ല. അതിനാണ് നിൽക്കുന്നത്. നിങ്ങൾ വേറെ ഉദാഹരണം പറയാം. പിന്നെ അതൊക്കെ ഉള്ളതിനാട്ടോ. ഇനിയിപ്പോൾ പിന്നെ ഇതില്ലാതെ വരാൻ നോക്കുക, ഏത് സബബില്ലാതെയും മുസബബ് ഉണ്ടാവാം. അത് നമ്മൾ ഉദാഹരണം പറഞ്ഞില്ല. സബബില്ലാതെ നമ്മൾ പറഞ്ഞതാണ് സബബ് ഉണ്ടായിട്ട് കാരണം ഉണ്ടായിട്ടും അതിന്റെ ഹുക്കും ഇല്ലാത്തത് നമ്മൾ പറഞ്ഞു. അതേ മാസം മറ്റൊരു വർഷം ഏത് സബബ് ഇല്ലാതിരിക്കുമ്പോൾ ഏതുണ്ടാൻ പാടില്ല, ഹുക്കും ഉണ്ടാൻ പാടില്ല. അതും അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ടാണ്, എപ്പോഴും അല്ല. ഉദാഹരണം പറയാനുണ്ടെങ്കിൽ വെളിച്ചം എന്നുള്ളത് പ്രകാശം. ഈ പ്രകാശം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? പ്രകാശം ഉണ്ടാവാനുള്ള ഒരു കാരണം അടിക്കും. പ്രകാശം വെളിച്ചം, ഈ വെളിച്ചം ഉണ്ടല്ലോ, വെളിച്ചം ഉണ്ടാവാനുള്ള ഒരു കാരണങ്ങൾ പറയും. സൂര്യൻ ഉദിച്ചാൽ എന്തുണ്ടാകും, വെളിച്ചം ഉണ്ടാകും. അപ്പൊ സൂര്യൻ ഉദിക്കുക എന്നുള്ളത് എന്താകുന്നു, എന്തിന് കാരണമാണ്, വെളിച്ചം ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് അല്ലേ. പക്ഷേ സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകാൻ പറയാൻ പറ്റുമോ? സൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ വെളിച്ചം ഉണ്ടാകാൻ പറയാൻ പറ്റുമോ? എന്താണ് പൂവല്ല ഇവിടെ പറഞ്ഞത്. ഈ വെളിച്ചം എന്നുള്ളതിന്റെ ഒരു കാരണമാണ് സൂര്യൻ എന്നുള്ളത്. പക്ഷേ സൂര്യൻ ഇല്ല എന്നുള്ളത് കൊണ്ട് വെളിച്ചമില്ലാതിരിക്കോ, ഇല്ല വെളുക്കത്തിച്ചാലുണ്ടാവില്ലേ, ലേറ്റിത്താലും ഏതുണ്ടാകും, ലേറ്റിത്താലും വെളിച്ചം ഉണ്ടാകും. അപ്പം സൂര്യൻ ഉദിക്കുക എന്നുള്ളത് വെളിച്ചം ഉണ്ടാവാനുള്ള കാരണമാണെങ്കിലും ഈ കാരണം ഇല്ലാതെ തന്നെ വെളിച്ചം എന്നുള്ളത് മറ്റേതെങ്കിലും മാർഗം കൊണ്ട് വെളുക്കത്തിച്ചാലോ അല്ലെങ്കിൽ ലൈറ്റിത്താലോ എന്തുണ്ടാവുന്നതാണ് വെളിച്ചം എന്നുള്ള സംഗതി ഉണ്ടാകുന്നുണ്ട്. അപ്പം എന്താണ് പറഞ്ഞതിന് അർത്ഥം, അത് കാരണമാവില്ലേ സൂര്യൻ ഉദിക്കാനുള്ള വെളിച്ചം കാരണം തന്നെയാണ്. അത് ഏതിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ ലൈറ്റ് എത്തിക്കുന്ന വർത്താനം നമ്മൾ പറയണ്ട, വിളക്ക് എത്തിക്കുന്ന ലൈറ്റ് ഇടുന്ന വർത്തമാനങ്ങൾ പറയണ്ട, വിളക്ക് എത്തിക്കുന്ന വർത്താനം പറയണ്ട. സൂര്യന്റെ വെളിച്ചം ഉണ്ടാണെങ്കിൽ സൂര്യൻ തന്നെ ഉദിക്കണം. അതാണ് ദാത്തിലേക്ക് നോക്കിയിട്ട് സൂര്യന്റെ വെളിച്ചം ഉണ്ടാണെങ്കിൽ സൂര്യൻ തന്നെ ഉദിക്കണം. പിന്നെ വെളിച്ചം ഉണ്ടാവാനും സൂര്യൻ വേണമെങ്കിൽ അത് വേണ്ടതില്ല, ശരി. പക്ഷേ ആ സൂര്യന്റെ വെളിച്ചം വേണമെങ്കിൽ സൂര്യൻ ഉദിക്കുക തന്നെ വേണം. അത് അതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് എന്ന് പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശമാണ്. അല്ലാതെ വേറെ എന്തെങ്കിലും അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ നിസ്കാരം ഉണ്ടായിക്കൂടെ ഇതില്ലാതെ ഇതില്ലാതെയും പിന്നെ ഉച്ച തിരിയാതെയും നിസ്കാരം ഉണ്ടായിക്കൂടെ ചോദിച്ചാൽ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ 11 മണിക്ക് ഒരാൾ ഒരു സ്കരിച്ചോ ചോദിച്ചാൽ നിസ്കരിക്കാം. അത് ഏത് സ്കരിക്കാം, ഇതിൻ്റെതല്ല, ഇന്നത്തെ ലോഹറല്ല, അത് ഇന്നത്തെ മനാത്തതായിരിക്കാം. അങ്ങോട്ടാണ് വെക്കാം. ഇതിന്റെ ദാത്തിലേക്ക് നോക്കിയിട്ട് ഏതിന് വേണം, അത് ലോഹറിന്റെ ശേഷം ബാങ്ക് കൊടുത്തതിന് ശേഷം മാത്രമേ ലോഹർ സ്കരിക്കാൻ പാടുള്ളൂ. മുമ്പ് നിസ്കാരം സ്കരിക്കുന്ന അതിനെ ദാത്തുമായിട്ട് നേരെ നോക്കിയിട്ടുള്ളതായ അതിന്റെ പിന്നെ വിധിയല്ല പറഞ്ഞത്. അത് മറ്റൊന്നിലേക്ക് ചേർത്ത് കേട്ടോ. കാരണം ഉണ്ടാകുന്നതിനാൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വുജൂദുൽ മുസബ്ബബി അതിന് ഹുക്കും ഉണ്ടാകുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായതിന് വേണ്ടി. അപ്പോൾ നമ്മൾ ഹൈദ് എന്ന് പറഞ്ഞ തടസ്സം ഉണ്ടായാൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഔ തഖല്ലുഫ് ഷർത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഷർത്ത് പിന്തിപ്പോയതിന് വേണ്ടിയിട്ട് എന്തില്ലാതിരിക്കാം, ഇതിന്റെ ഹുക്കും ഇല്ലാതെയും വന്നേക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് അതൊന്നും മറ്റുള്ള ഹാരിയായ മറ്റു പുറത്തുള്ള വിഷയത്തിലേക്ക് ഒന്നും നോക്കാതെ, അതിലേക്കൊന്നും അങ്ങോട്ടും തിരിഞ്ഞു നോക്കാതെ നിങ്ങൾ ഒരു കാരണം ഒരു ഹുക്കുമിലേക്ക് ഒരു കാരണം പറഞ്ഞാൽ കാരണമാണെങ്കിൽ ആ കാരണം ഉണ്ടാകുമ്പോൾ ഹുക്കും ഉണ്ടാവണം. ഈ കാരണം അല്ലെങ്കിൽ ഹുക്കും ഉണ്ടാകാൻ പാടില്ല. അതാണ് കാരണം എന്നുള്ളതിന് നിർവചനം. അടുത്ത്
അമ്മ ഷർത്തു നോക്കുക അടുത്തില്ല വദാലിക്കാതെ വദാലിക്ക ലാ യഖ്ദഹു അതും കൂടി നോക്കുക വദാലിക്ക ഇങ്ങനെ ഇല്ലാതിരിക്കല് ഇപ്പോൾ പറഞ്ഞല്ലോ ചിലപ്പോൾ എന്താവും പിന്നെ എല്ലാ കാരണമുണ്ട് കാരണം ഉച്ച തീർത്തിട്ടുണ്ട് മുക്കല്ലഫായ മനുഷ്യൻ ഇവിടെ നിലവിലുണ്ട് പക്ഷേ എന്നിരിക്കാൻ തന്നെ നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉച്ചാവുന്നത് കാരണം അല്ലാതെ പറ്റുമോ പറ്റില്ല വദാലിക്കലാഹി സബബൻ ഇതിന് അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഈ തടസ്സം ഉണ്ടായതുകൊണ്ടോ ഷർത്തില്ലാത്തതിന്റെ പേരിലോ ചിലപ്പോൾ ഹുക്കുമില്ല അതാവുന്നു എന്നുള്ളത് ഒരു ഐബല്ല ഫി തസ്മിയത്തി സബബൻ മറ്റേത് ആദ്യം പറഞ്ഞിട്ട് സബബ് എന്ന് പേര് വെക്കുന്നതിന് കുഴപ്പമില്ല അത് സബബ് തന്നെയാണ് സബബ് തന്നെയാണ് നിർവചനം ചില സന്ദർഭങ്ങളിൽ ഉണ്ടാവുന്നില്ലെങ്കിലും അത് പിന്നെ അവിടെ യോജിക്കുന്നില്ലെങ്കിലും അത് സബബ് തന്നെയാവുന്നു അത് ഹാരിയായ പുറത്തുള്ള മറ്റു വിഷയത്തിലേക്ക് നോക്കിയിട്ടാണ് യോജിക്കാത്തത് ഇത് അതിലേക്ക് തന്നെ നോക്കുമ്പോൾ അത് നിർവചനമൊക്കെ ശരിയായി വരുന്നുണ്ട് ലിയൻഹു ലോ നദറ ഇലാ ദാത്തി അത് അതിന്റെ ധാത്തിലേക്ക് മറ്റുള്ള പിന്നെ അതുണ്ടോ അല്ലെങ്കിൽ ഉറങ്ങിപ്പോയോ അല്ലെങ്കിൽ ഒന്നുമില്ല ഷർത്തില്ലേ അതിലേക്ക് നോക്കാം റാത്തിലേക്ക് നോക്കിയാൽ നോട്ടങ്ങൾ മുറിച്ച് വെക്കുക അങ്ങോട്ട് നോക്കണ്ട അൻമൂജിബ് തഖലുഫി ഇതിന്റെ ഏതെങ്കിലും ഈ പിന്നെ ഇതിനെ പിന്തിപ്പിക്കുന്ന എന്തെങ്കിലും വസ്തുവിനെ തൊട്ടുള്ള നെതിർ മുറിക്കണം നിങ്ങൾ അതുണ്ടായിരുന്നു മറ്റുണ്ടായിരുന്നു നോക്കാതെ തന്നെ അതിന്റെ റാത്തിലേക്ക് നോക്കുമ്പോൾ ലക്കാന വുജൂദുഹു മുഖ്തദിയൻ ആ സബബ് ഉണ്ടാവുക തേടുന്നുണ്ട് എന്തിനെ തേടുന്നുണ്ട് ലക്കാന വുജൂദു മുസബ്ബബ് ഹുക്കം ഉണ്ടാവുക എന്നത് തേടിയിട്ട് മുഖ്തദിയൻ വുജൂദ് സബബ് ഉണ്ടാവുന്നതിനെ നിർബന്ധമായി തേടുന്നുണ്ട് അപ്പോൾ ഇത് വേണം അതിന്റെ റാത്തിലേക്ക് നോക്കുമ്പോൾ എന്തുണ്ടാ മതി സബബ് ഉണ്ടായാൽ സബബ് ഉണ്ടാകുമ്പോൾ മുസബ്ബബ് ഉണ്ടാകണം റാത്തിലേക്ക് നോക്കുമ്പോൾ മുസബ്ബബ് ഉണ്ടായാൽ സബബ് വേണം പിന്നെ അപ്പോൾ നമ്മൾ സബബ് എന്താണ് ഒന്നിന്റെ സബബായി അല്ലാഹു തആല ഒരു ഹുക്കുമിലേക്ക് ഇന്ന കാര്യത്തെ കാരണമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ അതിന്റെ നിർവചനം നമ്മൾ ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കി അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും കിതാബുകളൊക്കെ തുടർന്ന് പിന്നെ ഓതാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് ഉപകാരപ്പെടും ഭാവിയിൽ മനസ്സിലായില്ലേ അത് നല്ലോണം മനസ്സിലാക്കി വെച്ചോളൂ എന്താണ് ഇതിന് നിർവചനം പേക്കരുത് ഇനി ശേഷം ഷർത്ത് വരുന്നുണ്ട് മാനി വരുന്നുണ്ട് അതൊക്കെ പറഞ്ഞ വ്യത്യാസമുള്ളത് ഇതിന്റെ നിർവചനം ശരിക്കും മനസ്സിലാക്കണം എന്താ പറഞ്ഞത് സബബ് എന്ന് പറഞ്ഞാൽ ആ സബബ് ഉണ്ടാകുന്നത് കൊണ്ട് ഹുക്കും ഉണ്ടാകുന്ന നിർബന്ധമാകുന്നു അതുപോലെ തന്നെ ആ സബബ് ഇല്ലെങ്കിൽ ഹുക്കും ഇല്ലാതിരിക്കൽ നിർബന്ധമാകുന്നു എന്നർത്ഥം അമ്മ ഷർത്തു ഷർത്ത് പറഞ്ഞാൽ നോക്കിക്കോളെ അമ്മ ഷർത്തു നമ്മൾ പറയാം നിസ്കരിക്കാൻ എന്ത് ഷർത്താന്ന് പറഞ്ഞു നിസ്കാരത്തിന് ഉദു ഷർത്താന്ന് പറഞ്ഞേ നിസ്കാരത്തിന് എത്ര ഷർത്തുണ്ട് നിസ്കാരത്തിന് എത്ര ഷർത്തുണ്ട് 15 16 5 എന്നാണ് 5 ഷർത്ത് ഓക്കെ 5 ഷർത്തുണ്ട് അപ്പോൾ എന്താ ഇതിന്റെ നിസ്കാരം ഷർത്ത് ചോദിച്ചാൽ എന്താ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഷർത്ത് എനിക്ക് മനസ്സിലായി അതിന്റെ നിർവചനം പറയും സംഗതി ഞാൻ ചോദിക്കാം നിർവചനം അതിന്റെ എന്താണ് പിന്നെ അപ്പൊ ഷർത്ത് എന്ന് പറഞ്ഞാൽ ഫഹുവ മാ യൽസമു മിൻ അദ്മിഹിൽ അദ്മു അത്രേ ഉള്ളൂ ഷർത്ത് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല അത്രേ നമ്മൾ പറയുന്നു ഉണ്ടാവാൻ പാടില്ല ഷർത്തില്ലെങ്കിൽ ഹുക്കും ഉണ്ടാവാൻ പാടില്ല ഷർത്തില്ലെങ്കിൽ ഹുക്കും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ഷർത്ത് ഉണ്ടായി വെച്ചിട്ട് ഹുക്കും ഉണ്ടായിക്കൊണ്ടോ അതില്ല ഉണ്ടായി ചെയ്യേണ്ടാവാതിരിക്കുക ഷർത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഇവിടെ നോക്കണേ ഇവിടെ ഇല്ലാന്നതിലേക്ക് അമ്മ ഷർത്ത് ഓ മാ യൽസമു മിൻ അദ്മിഹിൽ അദ്മു ഷർത്ത് ഇല്ലെങ്കിൽ ഏതുണ്ടാവില്ല ഹുക്കും ഉണ്ടാവില്ല വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദ്മുൻ ലിദാത്തി ഷർത്ത് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ഏത് നിർബന്ധമല്ല ഹുക്കും ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം രണ്ടും നിർബന്ധമല്ല വലാ യൽസമു മിൻ വുജൂദിഹി ഷർത്ത് ഉണ്ടാവുന്നതിന് നിർബന്ധമല്ല വുജൂദുൻ വലാ അദ്മുൻ ലിദാത്തി ഒരു വസ്തു ഒരു ഹുക്കുമിന്റെ വുജൂദോ അത് ഉണ്ടാവണമെന്നോ ഇല്ലാതിരിക്കണമെന്നോ നിർബന്ധമല്ല ഉണ്ടാവുകയും ചെയ്യാം ഇല്ലാതിരിക്കുകയും ചെയ്യും അതും അതിന്റെ റാത്തിലേക്ക് നോക്കിയിട്ട് അപ്പോൾ ഉദു ഇല്ലാതെ എന്തില്ല ഉദു ഇല്ലാതെ നിസ്കാരം ഉണ്ടോ സുഹൃത്തുക്കളെ ഉദു ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റുമോ വെറുതെ അവസരത്തിലല്ല പറഞ്ഞു കേട്ടോ സാധാരണ ഹുക്കുമ പറഞ്ഞത് അത് വെറുതെ അത് റുക്സന്റെ വിഷയങ്ങളല്ല പറയുന്നത് ഉദു ഇല്ലാതെ ഒരാൾക്ക് ടൈമുണ്ടോ ടൈം എന്നുള്ളത് ഉദുവിന്റെ ബദലാണല്ലോ ബദലുണ്ടെങ്കിലും അത് ഉദുവിന്റെ കൊണ്ട് വിഷയമല്ല പിന്നെ അപ്പൊ എത്ര പറയുന്നത് നമ്മൾ ഷർത്ത് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല അത് ഉണ്ടാവാനേ പാടില്ല അത്രേ ഉള്ളൂ ഷർത്ത് ഉണ്ടായാലും ഹുക്കും ഉണ്ടാവുമല്ലേ അത് ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലപ്പോൾ ഇല്ലാതെയും വരാം അതാ ഫഹുവ ഷർത്ത് എന്ന് പറഞ്ഞാൽ മാ യൽസമു മിൻ അദ്മിഹി ആ ഷർത്ത് ഇല്ലാതാവുന്നതിനാൽ നിർബന്ധമാകുന്ന ഒന്നാണ് അൽ അദ്മു ഹുക്കും ഉണ്ടാവാൻ പാടില്ല ഷർത്ത് ഇല്ലാതിരുന്നതിനാൽ ഹുക്കും ഉണ്ടാവാൻ പാടില്ല എന്നാ എന്നാൽ വലാ യൽസമു മിൻ വുജൂദിഹി ഷർത്ത് ഉണ്ടായാൽ വുജൂദുൻ വലാ അദ്മുൻ ലിദാത്തിഹി ഹുക്കും ഉണ്ടാവലും നിർബന്ധമില്ല ഉണ്ടാവാതിരിക്കലും നിർബന്ധമില്ല മിസാലു അതിന്റെ ഉദാഹരണം കേട്ടോളി അൽ ഹൗലു കൊല്ലം തികയുക എന്നുള്ളതാണ് പിന്നെ നിസ്ബത്തി ഇലാ വുജൂബി സക്കാത്തി സക്കാത്ത് നിർബന്ധമാവുന്നതിലേക്ക് ചേർത്ത് നോക്കിയിട്ട് കൊല്ലം തികയുക എന്നുള്ളത് എന്താണ് അതിന് ഷർത്തല്ലേ നമ്മൾ കാരണം പറഞ്ഞു കേട്ടോ നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു സക്കാത്ത് നിർബന്ധമാവാനുള്ള കാരണം എന്ത് തികയാന്നുള്ളതാണ് എന്ത് തികയണം നിസാബ് തികയാന്നുള്ളതാണ് പക്ഷെ അതിന്റെ ഷർത്ത് എന്താണ് കൊല്ലം പൂർത്തിയാവണം നിസാബ് എത്തിക്കുക എന്നുള്ളതാണ് അതിന്റെ കാരണം അതിന്റെ ഷർത്തോ കൊല്ലം തികയാന്നുള്ളതുമാണ് അപ്പോൾ സംഗതി എന്തുണ്ട് ഒരാൾ കച്ചവടം തുടങ്ങി ഒരു കച്ചവട ഉദാഹരണം എടുക്കുക ഇനി വെള്ളി സ്വർണ്ണമൊക്കെ പറ്റും ഫിൽ ഐനി വെൽ മാഷിയത്തി എന്ന് പറയും ഫിൽ ഐനി വെള്ളം വെള്ളി സ്വർണ്ണം പോലെയുള്ളതിലും വെൽ മാഷിയത്തി മൃഗങ്ങളിലും കച്ചവട സാധനങ്ങളിലൊക്കെ തന്നെ ഏത് കൊല്ലം തികയുക എന്നുള്ളത് ഉദാഹരണമായിട്ട് എടുക്കാം ഈ കൊല്ലം തികയുക എന്നുള്ളത് അതുണ്ടെങ്കിൽ മാത്രമേ അത് കൊല്ലം തികയാന്നുള്ളത് ഇല്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമാണ് പ്രശ്നമില്ല 6 മാസമായി കൊല്ലം ഇങ്ങനെ കച്ചവടം തുടങ്ങിയിട്ട് 6 മാസമായി 7 മാസം 8 മാസമായി 9 മാസമായി 10 മാസമായി 11 മാസം 12 മാസം തികയാൻ ഒരാഴ്ച കൂടെ ഉള്ളൂ ഒരു ദിവസം ഉള്ളൂ എന്നാൽ എന്താകുന്നില്ല അവിടെ സക്കാത്ത് നിർബന്ധമാവുന്നില്ല കാരണം എന്തുകൊണ്ട് ഷർത്ത് ഇല്ല കൊല്ലം തികയുക എന്നുള്ളത് വേണമെങ്കിൽ തുടങ്ങിയ ഡേറ്റ് പിന്നെ പൂർണ്ണമായി കൃത്യമായി പൂർത്തിയായെങ്കിൽ മാത്രമേ ഒരു കൊല്ലം തികയുള്ളൂ അപ്പോൾ കൊല്ലം തികയുക എന്നുള്ളത് ഷർത്താണ് അപ്പം മനസ്സിലായില്ലേ കൊല്ലം തികയുക എന്നുള്ളത് സക്കാത്ത് നിർബന്ധമാണ് ഷർത്ത പക്ഷേ ഒരാൾ കൊല്ലം തഴിഞ്ഞ് ഒരാൾ കച്ചവടമൊക്കെ നടത്തി സംഗതി ഒരു കൊല്ലം തഴിഞ്ഞ് പക്ഷേ കൊല്ലം തഴിഞ്ഞ് പിന്നെ കണക്കെടുത്ത് നോക്കുമ്പോൾ എന്തില്ല അവിടെ നിസാബില്ല അപ്പം നിസാബില്ലെങ്കിൽ കൊല്ലം തികയുക എന്നുള്ള ഷർത്ത് കൊണ്ട് വല്ല കാര്യമുണ്ടോ ഇല്ല ഷർത്ത് ഉണ്ടായാൽ സക്കാത്ത് നിർബന്ധമുള്ളത് കണക്ക് പിന്നെ ഈ നിസാബും കൂടി കണക്കും കൂടി ഒത്തെങ്കിലേ ഏത് നിർബന്ധമുള്ളൂ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളൂ കൊല്ലം തികഞ്ഞോട് മാത്രമില്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് എന്തുണ്ട് പിന്നെ കണക്കൊത്തിട്ടുണ്ട് സക്കാത്ത് കൊടുക്കാനുള്ള കണക്ക് നിങ്ങൾക്ക് ഒത്തുണ്ട് പക്ഷെ എന്ത് വന്നിട്ടില്ല അവിടെ കൊല്ലം തികഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ സക്കാത്ത് നിർബന്ധം ആവണമെന്നല്ല ആ ഉദാഹരണം മനസ്സിലായില്ലേ ആ പറഞ്ഞ ഉദാഹരണം മനസ്സിലായില്ലേ
സക്കാത്തിന്റെ ഷർത്താകുന്നു എന്നുള്ളത് കൊല്ലം തികയുക എന്നുള്ളത്. അതായത് കൊല്ലം തികഞ്ഞിട്ടില്ലെങ്കിൽ സക്കാത്ത് നിർബന്ധമേ ഇല്ല. കൊല്ലം തികഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവുന്നില്ല. കാരണം തൊട്ട് എന്തില്ലാതിരിക്കാം, അവിടെ കണക്ക് എത്തിക്കാതിരിക്കാം, കണക്ക് തികയാതിരിക്കാം എന്നുള്ള പ്രശ്നമാണ്. അതാണ് ഷർത്ത് എന്ന് പറയുന്നത്. ഷർത്തും സബബും നമ്മൾ വ്യത്യാസത. സബബ് നമ്മൾ എന്ത് പറഞ്ഞ് രണ്ട് ഭാഗത്തും വേണം. സബബ് ഉണ്ടെങ്കിലേ ഹുക്കും ഉണ്ടാവുള്ളൂ, സബബ് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല. ഷർത്ത് എന്ന് പറഞ്ഞാൽ ഈ ഷർത്ത് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല, ഷർത്ത് ഉണ്ടെങ്കിലോ ഹുക്കും ഉണ്ടാവുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. അതാണ് പറഞ്ഞതിന്റെ ആശയം. പിന്നെ മിസാലു അൽ ഹൗലു ബിൻ നിസ്ബത്തി ഇലാ വുജൂബി സക്കാത്തി ഫിൽ ഐനി വൽ മാഷിയത്തി. ഫിൽ ഐനി പിന്നെ സ്വർണ്ണം വെള്ളി പോലുള്ളായിരിക്കുന്ന വസ്തുക്കളിലും വൽ മാഷിയത്തി മൃഗങ്ങളിലൊക്കെ കൊല്ലം തികയുക എന്നുള്ള ഉദാഹരണം പോലെ ഫൈന്നഹു യൽസമു മിൻ അദിമി തമാമിൽ ഹൗലി. കണ്ടില്ലേ ഈ പറഞ്ഞിട്ടില്ലേ, കൊല്ലം പൂർത്തിയാവാതിരിക്കുന്നതിനാൽ നിർബന്ധമാണ് അതും വുജൂബി സക്കാത്തി, സക്കാത്ത് നിർബന്ധമാവാതിരിക്കാന്നുള്ളത്. അപ്പൊ കൊല്ലം പൂർത്തിയാവുക എന്നുള്ളതായിരിക്കുന്ന ഷർത്തില്ലെങ്കിൽ സക്കാത്ത് നിർബന്ധം ഇല്ല എന്നുള്ളത് ഉണ്ടായിത്തീരുന്നത്, സക്കാത്ത് നിർബന്ധമാവുന്നില്ല എന്നർത്ഥം. ഫീമാദിക്ര മേൽ പറയപ്പെട്ട വസ്തുക്കളിൽ ഇതില് മാഷിയത്തില് പിന്നെ തടിയുടെ സക്കാത്തൊക്കെ തന്നെ. വലാ യൽസമു മിൻ വുജൂദി തമാമിൽ ഹൗലി, കൊല്ലം പൂർത്തിയാവുക എന്നുള്ളത് ഉണ്ട്, അതുകൊണ്ട് നിർബന്ധമാവുന്നില്ല. എന്ത് നിർബന്ധമാവുന്നില്ല? വുജൂബ് സക്കാത്തി, സക്കാത്ത് വുജൂബാവൽ ഉണ്ടായിക്കോണമെന്നില്ല. വലാദും വുജൂബിയ, അത് വുജൂബാവാതിരിക്കണമെന്നില്ല. അപ്പൊ ഷർത്ത് ഉണ്ട് എന്ന് കരുതിയിട്ട് എന്തുണ്ടായിക്കോണമെന്നില്ല, ഹുക്കുമ് ഉണ്ടാവും നിർബന്ധമല്ല, ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാമെന്നർത്ഥം. അതാ പറഞ്ഞത്. വലാൽസമുമിൻ വുജൂദി തമാമിൽ ഹൗലി, കൊല്ലം പൂർത്തിയാവുക എന്നുള്ളത് ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ളത് ഉണ്ടായിക്കോണമെന്നില്ല. ചിലപ്പോൾ കണക്കെത്തിക്കാത്തതിന്റെ പേരിൽ സക്കാത്ത് നിർബന്ധമാവാതെയും വരാം. അതാ മുസനി പറയുന്നത്. എന്തുകൊണ്ട്? ലി തവഖുഫി വുജൂബി സക്കാത്തി, സക്കാത്ത് നിർബന്ധമാവുക എന്നുള്ളത് എന്തിനു വേണ്ടി? അത് നിലനിന്നതിന് വേണ്ടി. എന്തിനു മേലെ? അലാ മിൽക്കിൻ നിസാബി മുൽക്കൻ കാമിലൻ, നിസാബ് എത്തിക്കണമല്ലോ. കൊല്ലം പൂർത്തിയാണ്ട് മാത്രമായില്ല, 595 ഗ്രാം വെള്ളിയുടെ വില ഉണ്ടെങ്കിലേ കച്ചവടം മുതൽ എന്താവുള്ളൂ, സക്കാത്ത് നിർബന്ധമുള്ളൂ. കൊല്ലം പൂർത്തിയായതുകൊണ്ട് മാത്രമായില്ല. അപ്പൊ കൊല്ലം പൂർത്തിയാവുക എന്നുള്ള ഷർത്ത് ഉണ്ടെങ്കിൽ, ഷർത്ത് ഇല്ലെങ്കിലും സക്കാത്ത് തീരെ നിർബന്ധമല്ല. ഷർത്ത് ഉണ്ട് എന്ന് കരുതിട്ട് എപ്പോഴും സക്കാത്ത് നിർബന്ധമായിക്കോണമല്ല, കണക്കും കൂടി പൂർത്തിയാവണം. അതാണ് എൻ്റെ ഉദാഹരണം. പിന്നെ അത് മനസ്സിലായി. പിന്നെ അടുത്തത് ഈ വമ്മൽ മാനിയോ. എന്താണ് മാനി എന്ന് പറഞ്ഞാൽ നോക്കുക. വമ്മൽ മാനിയോ, മൂന്ന് കാര്യങ്ങൾ പറഞ്ഞില്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരു മുക്കല്ലഫായ മനുഷ്യനെ നിർബന്ധമാക്കിയ 5 ഹുക്കുമുകളുണ്ട്. ഒരു സംഗതി എന്താണ്? ഫർദ്, സുന്നത്ത്, ഹറാമ്, അതുപോലെ കറാഹത്ത്, മുബാഹ്. ഈ 5 ഹുക്കുമുകൾക്ക് ചിലതിനെ തടസ്സമാക്കി അള്ളാഹു തആല വെച്ചു തരും. 5 ഹുക്കുമുകൾക്ക് ചിലതിനെ തടസ്സമാക്കിയിട്ട് അള്ളാഹു തആല വെച്ചു വരാം. അത് ഏതൊക്കെ നോക്കുക. വാമ്മൽ മാനിയോ, മാനി എന്ന് പറഞ്ഞാൽ മനാ എന്ന് പറഞ്ഞാൽ തടഞ്ഞു, മാനി എന്ന് തടയുന്ന കാര്യം. ഫഹുവ, എന്താ മാനി എന്ന് പറഞ്ഞാൽ മാ യൽസമു മിൻ വുജൂദിഹി അല്ലാദമു, അതുണ്ടെങ്കിൽ വിധി ഉണ്ടാവില്ല എന്നുള്ള വ്യത്യാസം മനസ്സിലാക്കണേ. ആദ്യം നമ്മൾ എന്ത് പറഞ്ഞു? സബബ് നമ്മൾ പറഞ്ഞു, സബബ് ഉണ്ടെങ്കിലേ ഹുക്കും ഉണ്ടാവുള്ളൂ, സബബ് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല. ഷർത്തിന് എന്ത് പറഞ്ഞു? ഷർത്ത് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല, ഷർത്ത് ഉണ്ടെങ്കിലോ ചിലപ്പോൾ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. എന്നാൽ മാനി അങ്ങനെയല്ല. വാമ്മൽ മാനിയോ ഫഹുവ മാ യൽസമു മിൻ വുജൂദിഹി, മാനി ഉണ്ടാവുന്നത് കൊണ്ട് ഹുക്കും ഇല്ലാതിരിക്കാൻ നിർബന്ധമാണ്. മുമ്പുണ്ടായാലേ ഏതുണ്ടാൻ പാടില്ല, മാനി എന്ന സംഗതി ഉണ്ടായാൽ ഹുക്കും ഉണ്ടാവാൻ പാടില്ല എന്നാ. വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാതിഹി, എന്നാൽ മാനി ഉള്ളത് കൊണ്ട് എന്തില്ല? വലാ യൽസമു മിൻ വുജൂദിഹി വുജൂദുൻ വലാ അദമുൻ ലിദാതിഹി. മാനി എന്ന് പറഞ്ഞാൽ ഫഹുവാദി മാ യൽസമു മിൻ വുജൂദിഹി, ആ മാനി ഉണ്ടാവുന്നത് കൊണ്ട് നിർബന്ധമാകും, അല്ല അതമോ വിധി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിർബന്ധം ഇതുണ്ടായാൽ. വലാ യൽസമു മിൻ അദ്മിഹി വുജൂദുൻ വലാ അദമുൻ ലിദാതിഹി, എന്നാൽ മാനി ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവണമെന്നോ അതില്ല. വലാ യൽസമു മിൻ അദ്മിഹി, ഈ തടസ്സം ഇല്ലാതിരിക്കുന്നതിനാൽ ഹുക്കും ഉണ്ടാവുകയും ചെയ്യാം ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. തടസ്സം ഉണ്ടായാൽ ഹുക്കും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള നിബന്ധനയുള്ളൂ. ഈ തടസ്സം ഉണ്ടായാൽ ഹുക്കും ഉണ്ടാവാൻ പാടില്ല, അത്രയാണ് പറയുന്നുള്ളൂ. എന്നാൽ ഇല്ലെങ്കിലോ ഹുക്കും ഉണ്ടാവണമെന്നോ, അത് ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ഉദാഹരണം പറയാം. മിസാലു അതിന്റെ ഉദാഹരണം ഹൈദു, നേരത്തെ പറഞ്ഞ ഹൈദുണ്ട്. സ്ത്രീകൾക്ക് സംബന്ധിച്ചോളം ഹൈദ് ഉണ്ടാവുക എന്നുള്ളത്, മെൻസസ് ഉണ്ടാവും. ഫൈൻഹു യൽസമു മിൻ വുജൂദി, മെൻസസ് ഉണ്ടായി കഴിഞ്ഞാൽ നിർബന്ധമാണ്. അത് വുജൂബി സ്വലാത്ത്, നിസ്കാരം നിർബന്ധമാവാതിരിക്കാൻ എന്നുള്ളത് അല്ലേ? അതുണ്ടായാൽ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈദ് ഉണ്ടായാൽ. അപ്പോൾ എന്തായി? ഹൈദ് എന്നുള്ളത് മാനിയ, ഹൈദ് എന്താ പറയാ? മാനി ആകുന്നു, മാനി എന്ന് പറയാം. എന്തുകൊണ്ട്? എന്തിനെ മനാന്ന തടഞ്ഞു, എന്ത് തടഞ്ഞു? നിസ്കാരം വുജൂബാവുന്നതിനെ ഇത് തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നെ ഹൈദ് ഉണ്ടായി എന്നുള്ളത് കൊണ്ടിട്ട് നോക്കാം. ഇവിടെ വലാ യൽസമു മിൻ അദ്മിഹി വുജൂബ് സ്വലാത്തി, ഈ ഹൈദ് ഇല്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നിസ്കാരം നിർബന്ധമാവോ? ഹൈദ് ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞു. ഹൈദ് എന്ന് പറയുന്ന മാനി ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമല്ല എന്നുള്ള ഹുക്കുമുണ്ട്. എന്നാൽ ഹൈദ് ഇല്ലെങ്കിലോ നിസ്കാരം നിർബന്ധമോ? ഇല്ല. നിസ്കാരം നിർബന്ധമാണെങ്കിൽ എന്ത് ചെയ്യണം? ചിലപ്പോൾ എന്ത് വേണ്ടി 11 ആയിട്ട് ഇപ്പോൾ നിസ്കാരം നിർബന്ധമോ? അല്ലല്ലോ. സൂര്യൻ മധ്യത്തിൽ നീങ്ങുക എന്നതായിരിക്കുന്ന സബബ് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിന്റെ ശത്രു നോക്കണം, ശത്രു കൊടുത്തെങ്കിലും എന്തുണ്ടാവുള്ളൂ? നിസ്കാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈദ് ഉണ്ടായിട്ടില്ലെങ്കിൽ, ഹൈദ് ഉണ്ടാകുമ്പോൾ നിസ്കാരം നിർബന്ധമില്ല എന്നുള്ളത് എന്തായാലും വരും. പക്ഷേ ഹൈദ് ഇല്ലാതിരിക്കുമ്പോൾ നിസ്കാരം നിർബന്ധമാണെന്ന് എപ്പോഴും വരില്ല, ചിലപ്പോൾ ഉണ്ടാവും. അതിന്റെ നിബന്ധനകൾ കൊത്തെങ്കിലേ എന്തുണ്ടാവുള്ളൂ? ഹുക്കും ഉണ്ടാകുക എന്നുള്ളത് വരികയുള്ളൂ എന്നർത്ഥം. വലാ യൽസമു മിൻ അദ്മിഹി, ഈ മാനി അല്ലെങ്കിൽ ഹൈദ് ഇല്ലാതിരിക്കുന്നത് കൊണ്ട് നിർബന്ധമാകുന്നില്ല വുജൂബ് സ്വലാത്തി, നിസ്കാരം നിർബന്ധം വന്നോണമെന്നില്ല. എന്ത് വേണം? കുളിച്ച് ശുദ്ധിയാവണം. ഹൈദ് കുളിച്ച് ശുദ്ധിയായിട്ട് സമയമാവണം, അതിന്റെ ശത്രുക്കൾ കൊക്കണം, ഇങ്ങനെ അങ്ങനെ നിസ്കാരം നിർബന്ധമുള്ളൂ. മനസ്സിലല്ലേ? സമയമാവുന്നതിന് മുന്നേ നിസ്കാരം നിർബന്ധമില്ല. വലാ അത് വുജൂബിയ, അപ്പോൾ ഉണ്ടാവാതിരിക്കാൻ നിർബന്ധമില്ല, ഉണ്ടാവും ചെയ്യാം ഉണ്ടാവാതിരിക്കും ചെയ്യാം. എന്തുകൊണ്ട്? തവഖുഫി,
ഈ തവക്കുഫി വുജൂബിഹ അലാ അസ്ബാബിൻ ഉഖറ കണ്ടോ. അപ്പോൾ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിലനിന്ന് പോകുന്നതിന് വേണ്ടി നിസ്കാരം നിർബന്ധമാകുന്നത് നിലനിന്ന് പോകുന്നതിന് വേണ്ടി അലാ അസ്ബാബിൻ ഉഖറ വേറെ ചില കാരണങ്ങൾ വേണ്ടി. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹൈദ് നിലച്ചതായിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീക്ക് നിർബന്ധമാവണമെങ്കിൽ എപ്പോഴാണ് നിർബന്ധമാവുകയുള്ളൂ? ഒരു 10 മണിക്ക് ഒരു ഉദാഹരണം പറയാം, 10 മണിക്ക് ഒരു സ്ത്രീക്ക് ഹൈദ് നിലച്ചു, ഹൈദ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈദ് ഇല്ലാന്നതുകൊണ്ട് നിസ്കാരം നിർബന്ധമാവും. നിസ്കാരം നിർബന്ധമാണെങ്കിൽ ഏത് വേണം? ഉച്ചയെങ്കിലും ഒരു നിർബന്ധമാവുള്ളൂ, അതിന് മുമ്പ് തന്നെ നിർബന്ധമാവില്ല നടക്കും. അപ്പോൾ ഒരു മാനി ഉണ്ടെങ്കിൽ ഏതുണ്ടാൻ പാടില്ല, ഹുക്കും ഉണ്ടാൻ പാടില്ല. ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഹുക്കും ഉണ്ടാൻ നിർബന്ധമില്ല, നിർബന്ധമാണെങ്കിൽ വേറെ ചില കാരണങ്ങളൊക്കെ പറഞ്ഞു. അതാണ് ഈ തവക്കുഫി വുജൂബിഹ നിസ്കാരം നിർബന്ധമാവുക എന്നുള്ളത് അത് നിലനിന്നതിന് വേണ്ടിയിട്ട് അലാ അസ്ബാബിൻ ഉഖറ മറ്റു ചില കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമാവുള്ളൂ. കത്താശുലു ആ കാരണം ചിലപ്പോൾ ഹാസിലാന്നേക്കാം. എന്താ ദമിൽ ഹൈദ് ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കാരണം ഉണ്ടായേക്കാം. എന്താ ആദ്യമല്ലേ ദമീനല്ലേ ആദ്യമാണ് അവിടെ അതെ ലിതവഖുഫി വുജൂബിഹ നിസ്കാരം നിർബന്ധമാണെന്നുള്ള നിലനിന്നതിന് വേണ്ടിയിട്ട് അലാ അസ്ബാബിൻ ഉഖറ മറ്റു ചില കാരണങ്ങളുടെ മേലെ കത്താശുലു എന്താ അതിലായിരിക്കുമ്പോൾ ആ കാരണം ചിലപ്പോൾ ഉണ്ടായെന്നേക്കാം, ചിലപ്പോൾ ഇല്ലാന്നേക്കാം. അവൾ പറഞ്ഞ ഉദാഹരണത്തിൽ ഒരു സ്ത്രീക്ക് 10 മണിക്ക് മെൻസസ് നിലച്ചാൽ ആ സ്ത്രീക്ക് എന്ത് തടസ്സം നീങ്ങി, നിസ്കരിക്കുന്ന തടസ്സം നീങ്ങി. പക്ഷേ നിസ്കാരം നിർബന്ധമായപ്പോഴുള്ളൂ. അത് മറ്റു ചില കാരണങ്ങളാകുന്ന ഉച്ചയാവണം. അതുപോലെ തന്നെ മറ്റുള്ള ശത്രുക്കൾ ഒക്കണം. എങ്കിലേ ഉച്ചയായി ഒരു സ്ത്രീക്ക് എന്തായി ഉച്ചയായിട്ടുണ്ട്, പിന്നെ 10 മണിക്ക് നീങ്ങി ഉച്ചയായി, അത് നിർബന്ധമല്ല. ആ സ്ത്രീക്ക് ബുദ്ധിയില്ലെങ്കിൽ ആ സ്ത്രീ ഭ്രാന്തളാണ് എങ്കിലോ അവൾ നിർബന്ധമില്ലല്ലോ. അപ്പോൾ ആ കാരണം നീങ്ങുന്നതുകൊണ്ട് മാത്രം എന്തുണ്ടായിക്കൊള്ളുന്നില്ല, നിസ്കാരം നിർബന്ധമാകുന്നത് ഉണ്ടായിക്കൊള്ളും. അത് മറ്റു ചില കാരണങ്ങൾ അത് നിലനിന്ന് പോരുന്നതിന് വേണ്ടി. അതാണ് പറഞ്ഞു ചുരുക്കം. പിന്നെ ഇനി മുസന്നിഫ് മൊത്തം പറയാം ഖറജലക. അപ്പം ഇതിൽ നിന്ന് എന്തായി പിന്നെ ഖാരിജായി. ഈ വിഷയത്തിൽ നമുക്ക് പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അന്ന സബബ് എന്ന് പറഞ്ഞിട്ട് യുവസുർ അത് ഫലം ചെയ്യുന്നത് തർഫൈ രണ്ട് ഭാഗം കൊണ്ടും അല്ലേ. സബബ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? സബബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്താണ്? ആ സബബ് ഉണ്ടെങ്കിലേ ഹുക്കും ഉണ്ടാവുള്ളൂ, സബബ് ഇല്ലെങ്കിൽ ഹുക്കുമില്ല. അവർ രണ്ട് ഭാഗമുണ്ട്. അത് ഉണ്ടാവുന്ന സ്ഥലത്തും അത് സബബ് ഉണ്ടെങ്കിലേ ഉണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അവർ രണ്ട് ഭാഗത്തും അത് എന്ത് ചെയ്യുന്നത് ഫലം ചെയ്യുന്നത്. അതിന് തർഫൈ അതിന് നട്ടോ അതിനപ്പ് എന്നല്ല അതിന് ഖറജലക. അപ്പോൾ നിനക്ക് എന്തായി? ഇത് നമുക്ക് പുറത്തേക്ക് വരും. എന്ത് ഒരു കിസ്മ പത്രത്തിൽ ഹാസിൽ മിൻ ഹാദ ഇതിൽ നിന്ന് ഖാരിജായി പുറത്തു വന്ന് അന്ന സബബ് എന്നത് യുവസുർ തർഫൈ അത് രണ്ട് അറ്റം കൊണ്ട് അത് ഫലം ചെയ്യും. അതിന് തർഫൈ വുജൂദി വാദിമി സബബ് ഉണ്ടെങ്കിലേ ഹുക്കും ഉണ്ടാവുള്ളൂ, സബബ് ഇല്ലെങ്കിൽ ഹുക്കും ഉണ്ടാവില്ല എന്നുള്ള രണ്ട് രീതിയിൽ. എന്നാൽ ഷർത്ത് അങ്ങനെയല്ല. ഷർത്ത് എന്നുള്ളത് എന്താണ്? യുവസുർ ബിതർഫി ആദിമിഹി. ഷർത്താകുമ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? ഷർത്ത് എന്ന് പറഞ്ഞാൽ ഷർത്ത് ഇല്ലെങ്കിൽ ഹുക്കും ഇല്ലാതെ പറയുന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഉണ്ടായാൽ ഹുക്കും ഉണ്ടാവുന്ന പറയുന്നുണ്ടോ? അത് നമ്മൾ ഉറപ്പ് പറയുന്നില്ല. ചിലപ്പോൾ ഉണ്ടായി വന്നേക്കാം, ചിലപ്പം ഇല്ലാതെയും വന്നേക്കാം. ഷർത്ത് എന്നത് യുവസുർ ബിതർഫി ആദിമിഹി. ആ ഷർത്ത് ഇല്ലെങ്കിൽ എന്ന് പറയുന്ന ആദമിന്റെ ഭാഗം കൊണ്ട് മാത്രമേ അതിന് ഫലം ചെയ്യിക്കുന്നുള്ളൂ, നിബന്ധന വരുന്നുള്ളൂ. ഫഖത്ത് അത്ര മാത്രം. ഫിൽ അതിൽ മാത്രം ഹുക്കും ഷർത്തില്ലെങ്കിൽ അത് ഫലം ചെയ്യിക്കും. ഫിൽ ഹുക്കും ഇല്ലാതാവുന്നതിൽ അത് അസർ ചെയ്യും. ഫഖത്ത് അത്ര മാത്രം. വൽ മാനി ആണെങ്കിലോ യുഅസ്റു അത് ഫലം ചെയ്യിക്കും. ബി തർഫി വുജൂദി അതുണ്ടെങ്കിലാണ് പ്രശ്നം. മാനി ഉണ്ടെങ്കിലേ ഹുക്കും ഇല്ലാതിരിക്കുള്ളൂ. ഫഖത്ത് ആ വുജൂദിന്റെ തർഫ് കൊണ്ട് ഫലം ചെയ്യിക്കും. ഫിൽ ഹുക്കും ഇല്ലാതാവുന്നതിൽ ഫഖത്ത് അത്ര മാത്രം. വശർത്ത് യുഅസ്റു ബി തർഫി ആദമി ഫഖത്ത് ഫിൽ ആദമി. ഷർത്ത് അതില്ലാതിരിക്കുമ്പോൾ ഹുക്കും ഇല്ലാതാവുന്നതിൽ അത് ഫലം ചെയ്യും. വൽ മാനി യുഅസ്റു അത് ഫലം ചെയ്യും. ബി തർഫി വുജൂദി അതുള്ളപ്പോഴാണ് അത് ഫലം ചെയ്യുന്നത്. ഫിൽ ആദമി ഹുക്കും ഇല്ലാതാവുന്നതിൽ ഫഖത്ത് അത്ര മാത്രം. മഹല്ലു ഇസ്തിഫായി മാ തഅല്ലഖു ബി മബാഹിസിൽ ഹുക്മി ശറഈ. ഇനി മുസന്നിഫ് ഒക്കെ പറഞ്ഞിട്ട് അവസാനം പറയും ശറഈയ ഹുക്മിന്റെ മബ്ഹസുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഫിൽ ഉസൂൽ ഫിഖിലേക്ക് പോയാൽ നിങ്ങൾക്ക് എന്ത് അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ കൂടുതലായിട്ട് പഠിക്കാം. മുസന്നിഫ് എന്തിനു പ്രേരിപ്പിക്കാണ്? ഉസൂൽ ഫിഖ് കൂടി ഓതി പഠിക്കണം. ഉസൂൽ ദീനിന്റെ കൂടെ പഠിക്കണം. ഉസൂൽ ഫിഖ് കൂടി ഓതി പഠിക്കണം എന്നുള്ളതിലേക്ക് മുസന്നിഫിന്റെ ഒരു പ്രോത്സാഹനം കൂടിയാണ്. മഹല്ലു ഇസ്തിഫായി മാ തഅല്ലഖു ബി മബാഹിസിൽ ഹുക്മി ശറഈ. ശറഈയ ഹുക്മിന്റെ ചർച്ചയുമായി ബന്ധപ്പെട്ടത് പിന്നെ പൂർത്തീകരണങ്ങളൊക്കെ ഫിൽ ഉസൂൽ കിതാബിൽ നോക്കിയാൽ കാണാം. നമ്മുടെ വിഷയം ഉസൂൽ ദീനാണല്ലോ. ഉസൂൽ ദീനാണ് വിഷയം, അതായത് അഖീദ. അതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ചുരുക്കത്തിൽ എന്ത് മനസ്സിലാക്കിക്കോളൂ, ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുപോലെ തന്നെ സബബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നും അതുപോലെ മാനി എന്ന് പറഞ്ഞാൽ എന്താണെന്നും ചുരുക്കം പറഞ്ഞാൽ പിന്നെ നിസ്കാരം നിർബന്ധമാവാനുള്ളതായിരിക്കുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഒരാൾ മുക്കല്ലഫാന്ന് പറയും. ളുഹർ നിസ്കാരം നിർബന്ധമായുള്ള കാരണം ഉച്ച തിരിയുക എന്നുള്ളതാണ്. അതുപോലെ സകാത്ത് നിർബന്ധമാവാനുള്ളതായിരിക്കുന്ന കാരണം അത് നിശ്ചിത നിസാബ് കണക്ക് എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനുള്ള ശർത്തം എന്താണെന്ന് ചോദിച്ചാലോ, സകാത്ത് നിർബന്ധമായുള്ള ശർത്തം എന്താണെന്ന് ചോദിച്ചാൽ കൊല്ലം കഴിയാന്ന് രണ്ടും ഒരുപോലെ മനസ്സിലാക്കരുത്. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ നാം വ്യത്യാസങ്ങളൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കണം. അതൊക്കെ നമുക്ക് വീണ്ടും പല സ്ഥലങ്ങളിലും ഉപകാരപ്പെടും. ഇനി പറയും മുസന്നിഫ് അമ്മൽ ഹുക്കുമിൽ ആദിയോ. ഇപ്പോൾ ആദ്യ ഹുക്കുമിലേക്കാണ് കിടക്കുന്നത്. ഇപ്പോൾ സമയം ഉണ്ടോ? നല്ല ഉസ്താദ് ഉണ്ടല്ലോ അല്ലേ, അല്ലെങ്കിൽ ഉസ്താദ് ഉണ്ടല്ലോ അല്ലേ ക്ലാസ്സിന്. ഇനിയിപ്പോൾ ഇത് ശറിയ ഹുക്കും മുസന്നിഫ് ഇവിടെ അവസാനിപ്പിച്ച്, ശറിയായിരിക്കും ഹുക്കും ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ എത്ര ഹുക്കുകൾ പണി ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിൽ ഇപ്പോൾ നമുക്ക് 5 തെക്ലീഫി ആയിരിക്കും ഹുക്കും. ശറിയ ഹുക്കും മൊത്തം 25 വരും. മൊത്തം 25 ഇനങ്ങൾ വരും. തെക്ലീഫി ഹുക്കും എത്ര? 5 ഖിലാഫിൽ അടക്കം 6 എന്ന് പറയാം വേണമെങ്കിൽ. ഏതൊക്കെയാണത്? ഫർദ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, ഖിലാഫുൽ ഔല, അല്ലെങ്കിൽ തന്നെ മുബാഹ്. ഇങ്ങനെ 6 അല്ലെങ്കിൽ 5 എന്നുള്ളത് ഇത്തിഫാക്കാം. മനസ്സിലല്ലേ? പിന്നെ ബഹുമാനപ്പെട്ട മഹലി ഇമാമിനെ പോലായിരിക്കുന്ന മുതാഖിരീങ്ങളായ ഉസൂലി പണ്ഡിതന്മാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഖിലാഫുൽ ഔലനെ എണ്ണിയിട്ടുണ്ട്. മുൻഗാമികളായിരിക്കുന്ന ഉസൂലിന്റെ ഉലമാക്കൾ എന്ത് എണ്ണിയിട്ടില്ല? ഖിലാഫുൽ ഔലനെ ഹുക്കുമായിട്ട് എണ്ണിയിട്ടില്ല. അത് അവർ വേറെ ഭാഷയുള്ളത് 5 ഹുക്കുമാണ് മൊത്തത്തിൽ പറയുന്നത്. അതുകൊണ്ട് സംഭവം ഇല്ലാത്തതുകൊണ്ടല്ല, പേര് വേറെ മാത്രം. അപ്പം തെക്ലീഫി ആയിരിക്കുന്ന ഹുക്കും 5, വദഈ ആയിരിക്കുന്ന ഹുക്കും ഏത് തന്നെയാണ്? അത് നമുക്ക് 5 ആയിട്ടാണ്. ഏതൊക്കെ? പിന്നെ ഷർത്ത്, ഇവിടെ മുസേ 5 വിധികളുണ്ട്. ഒരു മുക്കല്ലഫ മനുഷ്യന്റെ പ്രവൃത്തിയോട് ബന്ധപ്പെട്ടുകൊണ്ട് 5 വിധികൾ. ഫർദ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ്. ഇതൊക്കെ പലർക്കും കിട്ടുന്നതാണ്. ഇനി വദഈ അതുണ്ട്. അത് ഒന്ന് ഈ വിധികൾക്ക് ഒരു നിബന്ധന അയച്ച് വെച്ചുകൊണ്ട് ഷർത്ത് എന്ന് പറഞ്ഞു. ഈ വിധികൾ ഇന്ന കാരണം കൊണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, അതിന് മാനി എന്ന് പറയും. ഈ പറയപ്പെട്ട 5 വിധികൾ ഇന്ന കാരണം കൊണ്ടേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു, അതിന് സബബ് എന്ന് പറയും. ഈ 5 വിധികൾ ഇന്ന കാര്യങ്ങളൊക്കെ ആ നിബന്ധനയോട് ചെയ്യുമ്പോഴേ അത് സഹിഹാവുള്ളൂ എന്ന് പറഞ്ഞു, അതിന് സിഹത്ത് എന്ന് പറയും. ഈ 5 വിധികൾ ഏതെങ്കിലും ഒന്ന് അത് ഇന്നാലിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചെയ്താൽ അത് ബാത്തിലാണെന്ന് പറഞ്ഞു, അതിന് എന്ത് ബാത്തിൽ എന്ന് പറയും. ഇങ്ങനെ 5 എണ്ണം. അപ്പോൾ മാനിയ്, അതുപോലെ തന്നെ ഷർത്ത്,
അതുപോലെ സബബ്, സിഹത്ത്, ബാത്തിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന 5 വദഈയായിരിക്കും നോക്കും. വദഈയായിരിക്കും അല്ലാഹു തആല ഇതിനുള്ള ഇങ്ങനെ എന്താകുന്നു ഷർത്താണെന്നോ അത് നിബന്ധനയാണെന്നോ പറഞ്ഞ രൂപത്തിലുള്ള ഏതെങ്കിലും നിശ്ചയിക്കുന്നതാണ് വദഈ ചെയ്യുന്നതാണ് വദഈയാക്കും പറയാം. പോട്ടെ, നമ്മളെ വിഷയം കഴിഞ്ഞു. ഇപ്പം എന്താണ് അപ്പോൾ ചുരുക്കം പറയാൻ വെച്ചാൽ ഇത് നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ല, എങ്കിലും മുസന്നിഫ് എന്താണ് അതൊന്ന് നമ്മുടെ ഒരു ശ്രദ്ധ അതിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ശറിയാ ഹുക്കും ചെറിയ നിലക്ക് വിശദീകരിച്ചു. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ആദിയാ ഹുക്കുമാണ്. അത് കഴിഞ്ഞാൽ അഖലിയാ ഹുക്കുമാകുന്നു. ആദിയാ ഹുക്കുമാണ്, അഖലിയാ ഹുക്കുമാണ്. ഇൻഷാ അല്ലാഹ് ആദിയാ ഹുക്കുമിനെ പറ്റി അത് ശരിക്കും നമ്മളെ ഈ അഖീദയായിട്ട് ബന്ധിക്കുന്നത് ഏതാണെന്നറിയോ? ഈ ആദിയാ ഹുക്കുമാണ്. അത് ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ക്ലാസ് പൂർണ്ണമായിട്ടും വേണ്ടി വരും. ഇങ്ങനെ 2-3 കട്ടും കൂടി വന്നാൽ പിന്നെ നമ്മുടെ സമയം അന്ന് പോകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ എന്ത് മനസ്സിലാക്കുക, ശറിയാ ഹുക്കും നമ്മുടെ വിഷയത്തിൽ കൂടുതൽ ബന്ധമുള്ളതല്ല. എങ്കിൽ ഇനി വരാൻ പോകുന്ന ആദിയാ ഹുക്കും ലോക പ്രപഞ്ചം മുഴുവനും ബന്ധിച്ച് കിടക്കുന്നത് ആദിയാ ഹുക്കുമല്ല. ആ ആദിയാ ഹുക്കും എന്തുകൊണ്ടാണ് അത് ശരിയാ നിൽക്കുന്നത്? നിർവചനവും അതിന്റെ ഹുക്കും ശരിക്കും മനസ്സിലാക്കി നമ്മുടെ അഖീദ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ അഖീദ പലതിനും നമുക്ക് പയച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുമായിട്ടുള്ള ചർച്ച ഇൻഷാ അല്ലാഹ് തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ.